മിഷേൽ ഷാജിയെ കാണാതായ മാർച്ച് 5 രാത്രി പരാതി നൽകാൻ കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലെത്തിയ ബന്ധുക്കളെ പോലീസ് തിരിച്ചയച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേസന്വേഷണത്തിൽ പോലീസ് കുറ്റകരമായ അനാസ്ഥ വരുത്തിയെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് പറഞ്ഞു. കൊച്ചി നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. കലൂർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന മിഷേൽ ഷാജിയുടെ CCTV ദൃശ്യങ്ങൾ പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഈ കുട്ടി പള്ളിയുടെ ഇറങ്ങുമ്പോൾ അവിടെ ബൈക്കിൽ വന്ന രണ്ടുപേര് ഈ കുട്ടിയെ നിരീക്ഷിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടി നടന്നു പോകുന്ന ഡയറക്ഷനിലേക്ക് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു. സാർ, ഈ CCTV ദൃശ്യം ഒന്നും എടുത്ത് പോലീസാന്നാരും തെറ്റിദ്ധരിക്കേണ്ട, കുട്ടിയുടെ ബന്ധുക്കളെടുത്ത് പോലീസിന് കൊടുക്കാം. എന്നിട്ട് പോലും ഈ പറഞ്ഞ വിഷയങ്ങൾ പോലും പോലീസ് അന്വേഷിച്ചില്ല. സർ, കേസന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു. ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. മിഷേൽ ഷാജി വെള്ളത്തിൽ മുങ്ങിമരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6-ാം തീയതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നില സ്വീകരിക്കാം. കേസിൽ ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് KC ജോസഫ് ആരോപിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.